നിതിൻ അംബുജൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ അംബുജൻ, ഈ 7 ഘട്ടങ്ങൾ, അതിൽ ഓരോ ഘട്ടവും എന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങൾ അതിൽ വരാൻ പോകുന്നു, അതിന്റെ വിശദമായ ചിത്രം എങ്ങനെ നിതിൻ അംബുജൻ? റിജിത്ത്, ഏപ്രിൽ 19 ആരംഭിക്കുന്ന ആദ്യഘട്ടം, അതിനുശേഷം രണ്ടാം ഘട്ടം ഏപ്രിൽ 26. അന്നാണ് കേരളത്തിലെ വോട്ടെടുപ്പ് നടക്കുക. കേരളം കൂടാതെ കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളും രണ്ടാം ഘട്ടത്തിലുണ്ടെന്നാണ് ഈ ഇലക്ഷൻ കമ്മീഷന്റെ മാപ്പ് പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത്. മൂന്നാം ഘട്ടം മെയ് 3, നാലാം ഘട്ടം മെയ് 13, അഞ്ചാം ഘട്ടം മെയ് 20, ആറാം ഘട്ടം മെയ് 25, ജൂൺ 1 ഏഴാം ഘട്ടം. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, കേരളം മാറ്റി നിർത്തിയാൽ ഉത്തർപ്രദേശ്, രാജ്യത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശിൽ 4 മുതൽ 7 ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക. അതിൽ ആദ്യഘട്ടം മെയ് 13 ആരംഭിക്കും. അതിനുശേഷം അഞ്ചാം ഘട്ടമായ മെയ് 20, ആറാം ഘട്ടമായ മെയ് 25, ഏഴാം ഘട്ടമായ ജൂൺ 1 എന്നിങ്ങനെയാണ് വോട്ടെടുപ്പ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും 4-ാം തീയതി ജൂൺ 4 ഫലപ്രഖ്യാപനം ഉണ്ടാകും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം ഉത്തർപ്രദേശോടൊപ്പം തന്നെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന ബംഗാളിലെ 7ാം ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പിന്നാലെ തന്നെ ഇപ്പോൾ പാർട്ടികളടക്കം ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസ് മാത്രമല്ല, ഇത്തവണ ഇന്ത്യ സഖ്യം ഒരുപക്ഷെ 2019 ശേഷം ഏറ്റവും ശ്രദ്ധേയമായ ഒരു നീക്കമാണ് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗത്തും വന്നത്. ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ സഖ്യം വലിയ വിജയ പ്രതീക്ഷയിലാണുള്ളത്. BJP ആണെങ്കിൽ നമുക്കറിയാം NDA സഖ്യം ഇത്തവണ അത് 3-ാം ഊഴത്തിൽ മോദി ഭരണത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ 400-ലധികം സീറ്റുകളുടെ പ്രതീക്ഷയിലാണ് ഉള്ളത്. എന്തായാലും സംസ്ഥാനങ്ങൾ വേർതിരിച്ചുള്ള ചിത്രം നമുക്ക് അല്പസമയത്തിന് തന്നെ ലഭ്യമാകും. നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ കേരളത്തിന്റെ വോട്ടെടുപ്പ് അത് ഏപ്രിൽ 27, രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിന്റെ വോട്ടെടുപ്പ് ഇപ്പോൾ ഈ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഈ വോട്ടെടുപ്പ് പ്രഖ്യാപിച്ച ഒരു സാഹചര്യത്തിൽ 7 ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ വിജയപ്രതീക്ഷ, നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും അതോടൊപ്പം തന്നെ NDA സഖ്യം ഇപ്പോൾ വലിയ വിജയപ്രതീക്ഷയുമായി രംഗത്തുണ്ട്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിൽ ഇത്തവണ ആര് നേടും എന്ന ഒരു ചിത്രമാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഉത്തർപ്രദേശിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്ന പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും ഇന്ത്യ ഭരിക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള ഇന്ത്യ സഖ്യം രംഗത്തുണ്ട്. അതേസമയം അയോധ്യ വിഷയം കൂടാതെ പൗരത്വ ഭേദഗതി നിയമം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി NDAയും രംഗത്തുണ്ട്. BJP ഇത്തവണ നമുക്കറിയാം കഴിഞ്ഞ തവണത്തേക്കാൾ, അതായത് 303 സീറ്റിനേക്കാൾ ഇത്തവണ 400-ലധികം സീറ്റുകളാണ് BJP ലക്ഷ്യം വെക്കുന്നത്. പക്ഷേ എന്നാൽ പോലും BJP സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രം. എന്നാൽ പ്രതിപക്ഷ സഖ്യത്തിന് അങ്ങനെയല്ല. വലിയ തരത്തിലൊരു പ്രതിസന്ധിയിലൂടെ പ്രതിപക്ഷ സഖ്യം ഇപ്പോഴും കടന്നു പോകുന്നുണ്ട്. നേരത്തെ രൂപീകരിച്ച പോലെ തന്നെ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഒരു ഏകീകരണം ഇതുവരെ ഫലപ്രദമായ നിലയിൽ രംഗത്ത് വന്നിട്ടില്ല. അതടക്കമുള്ള കാര്യങ്ങളിലുള്ള ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. കാരണം ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, ബംഗാൾ, അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളടക്കം ഇപ്പോഴും സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തീകരിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അതടക്കം സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഏത് നിലയിൽ ഇത്തവണത്തെ ഈ മോദിയുടെ 3-ാം ഊഴം തടയാൻ സാധിക്കും എന്നുള്ള ചർച്ചകളൊക്കെ തന്നെ ഇപ്പോഴും സജീവമായി നടക്കുന്നുണ്ട്. നമുക്കറിയാം മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ സീറ്റ് വിഭജന ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ബീഹാർ ഇപ്പോഴും തുടരുന്നുണ്ട്. മണ്ഡലങ്ങളുടെ സാഹചര്യം പരിശോധിച്ചാൽ ബംഗാളിലാണെങ്കിൽ 42 ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്. അതിൽ 18 കഴിഞ്ഞ തവണ BJP നേടിയിട്ടുണ്ട്. 22 മണ്ഡലങ്ങൾ TMC നേടിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ചിത്രം അങ്ങനെയായിരിക്കില്ല. 2019-നേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി ഇത്തവണ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ BJP ഇതിനും തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ചില സർവേകൾ പുറത്തുവന്ന കണക്ക് പ്രകാരം 25-ലധികം സീറ്റുകൾ ഇത്തവണ തങ്ങൾക്ക് നേടും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. അതോടൊപ്പം തന്നെ വോട്ട് ശതമാനം 40 എന്നുള്ള വോട്ട് ശതമാനം അത് 42-ആയി ഉയർത്തി തൃണമൂൽ കോൺഗ്രസിനൊപ്പം വോട്ട് ശതമാനം മുന്നോട്ടേക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയും BJP പങ്കുവയ്ക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനങ്ങളാണ് ഉത്തർപ്രദേശ്, ബീഹാർ കൂടാതെ ബംഗാൾ. ഈ ഒരു 3 സംസ്ഥാനങ്ങളുടെ സാഹചര്യം തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ ഏറ്റവും വലിയ തലവേദനയാക്കുന്നത്. കാരണം ഇന്ത്യ സഖ്യം രൂപീകരിക്കുന്നതിൽ ഏറ്റവും നിർണായക ശക്തിയായ JDU ഒരു ഘട്ടത്തിൽ NDAയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ സാഹചര്യം പരിശോധിച്ചാൽ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നടത്തിയ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി അതൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴും ബംഗാൾ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ ഒരു പ്രതിപക്ഷത്തിന്റെ ഐക്യം രൂപപ്പെടാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. കോൺഗ്രസും CPIയും ഒരു സീറ്റ് ചർച്ചകളിലൂടെ ഇപ്പോഴും കടന്നു പോകുന്നത്. CPIM ഇതിനും തന്നെ, ഇടതുമുന്നണി ഇതിനും തന്നെ 16 സീറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇനിയുള്ള ചർച്ചകൾ തുടരുന്നുണ്ട്. പക്ഷെ അപ്പോഴും പൗരത്വ ഭേദഗതി അടക്കമുള്ള ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ബംഗാളിൽ വലിയ തരത്തിലുള്ള ഒരു വിജയം കൊയ്യാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഉള്ളത്. നമുക്കറിയാം കിഴക്കൻ മേഖലയിലും കൂടാതെ തെക്കേ ഇന്ത്യൻ മേഖലയിലാണ് ഇത്തവണ BJP ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മേഖലകൾ. ആ ഒരു പശ്ചാത്തലത്തിൽ BJP ഒരു 400 മുകളിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും 3-ാം ഊഴത്തിൽ തെക്കേ ഇന്ത്യയിലും കിഴക്കേ ഇന്ത്യയിലും വലിയ തേരോട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് BJP പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഉത്തർപ്രദേശിലും കൂടാതെ ബംഗാളിലടക്കമുള്ള ചില തീയതികൾ ഇപ്പോൾ പുറത്തുനിന്ന് സൂചിപ്പിച്ചു. മെയ് 13-നാണ് ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. 7-ാം ഘട്ടം
ഘട്ടം വരെ ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പുണ്ട്. ബംഗാളിലും സമാനമായി തന്നെ 7ാം ഘട്ടത്തിലാണ് വോട്ടെടുപ്പുള്ളത്. ശരി, നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ ഭരണചക്രം ആര് തിരിക്കുമെന്നറിയാനുള്ള നിർണായകമായ രാജ്യത്തെ പൊതുതെരഞ്ഞെടുപ്പിന്റെ തീയതി അംഗത്തീയതി കുറിച്ചിരിക്കുകയാണ്. 7 ഘട്ടമായി രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. വിജയകുമാർ, 400-ലധികം സീറ്റുകളെന്ന NDAയുടെ പ്രതീക്ഷ. ഉത്തരേന്ത്യയിൽ നിന്ന് നിലവിൽ തന്നെ പരമാവധി സീറ്റുകൾ സ്വരൂപിക്കാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ദക്ഷിണേന്ത്യ കൂടി NDA ലക്ഷ്യമിടുന്ന സാഹചര്യം. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് NDA വിലയിരുത്തുന്ന സാഹചര്യം. ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഏറെ നിർണായകമായൊരു തെരഞ്ഞെടുപ്പ്. എങ്ങനെ വിശകലനം ചെയ്യുന്നു എസ് വിജയകുമാർ? റിജിത്ത്, ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ നീണ്ടു നിൽക്കുന്ന 7 ഘട്ടങ്ങളിലായാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ നടക്കുന്നത്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ നടക്കുക. അതായത് നമ്മൾ കേരളം 2ാം ഘട്ടത്തിൽ വിധി എഴുതുന്നു ഏപ്രിൽ 26-ന്. ഏതാണ്ട് ഒരു 40-41 ദിവസം കഷ്ടിച്ച് തെരഞ്ഞെടുപ്പിന് ഇനി അവശേഷിക്കുന്നു. നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഏതാണ്ട് ഒരു 38 ദിവസം കാത്തിരിക്കണം അതിൻ്റെ ഫലം അറിയാൻ എന്നത് എല്ലാ തവണയും കേരളത്തിൽ അങ്ങനെ തന്നെയാണ്. നമ്മൾ ആദ്യഘട്ടത്തിലോ 2ാം ഘട്ടത്തിലോ വോട്ട് ചെയ്യുന്നു, പിന്നീട് നമ്മളുടെ ഒരു നീണ്ട കാത്തിരിപ്പാണ് ഫലം അറിയാൻ. ഇത്തവണയും അതുതന്നെയാണ് മലയാളികളുടെ കാര്യത്തിൽ. നമ്മൾ വീണ്ടും ഏതാണ്ട് 1 മാസത്തിലധികം കാത്തിരിക്കണം റിസൾട്ട് അറിയാൻ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, ഈ ചൂട് പിടിച്ച ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ആ സമയത്ത് വോട്ടെടുപ്പ് നടക്കുകയും ചെയ്യും. അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ അതിൻ്റെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ കാര്യത്തിലേക്ക് ഒരിക്കൽ കൂടി വന്നാൽ ഏപ്രിൽ 26-ന് രാജ്യത്ത് 2ാം ഘട്ട വോട്ടെടുപ്പിനൊപ്പമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത്. നമ്മളുടെ തെരഞ്ഞെടുപ്പിന് നമ്മൾ ബൂത്തിലേക്ക് പോകുന്നതിന് മുന്നോടിയായുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിജ്ഞാപനം വരുന്നത് മാർച്ച് 28-നാണ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി ഏപ്രിൽ 4-ആണ്. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. അതിനെ പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ആണ്. രാജ്യത്ത് എല്ലായിടത്തും ജൂൺ 4-ന് വോട്ടെണ്ണൽ നടക്കും. അപ്പോൾ നമ്മൾ 26-ന് പോളിംഗ് ബൂത്തിലേക്ക് പോകും. പിന്നീട് ഏതാണ്ട് 1 മാസത്തിലധികമുള്ള കാത്തിരിപ്പ് ഫലപ്രഖ്യാപനത്തിന് വേണ്ടി. 40 ദിവസം കൂടി ഉള്ളൂ ഇവിടെ നമ്മളുടെ വോട്ടെടുപ്പ്, അല്ലെങ്കിൽ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ, കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ എന്നുള്ളത്. ഈ ഘട്ടത്തിൽ നമ്മൾ വളരെ വേഗം തെരഞ്ഞെടുപ്പ് ദിവസത്തിലേക്ക് നീങ്ങുന്നു എന്നത് ഇനിയൊരു ഓട്ടമാണ്. അങ്ങനെ എല്ലാ ആയുധങ്ങളും, നമ്മളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ കൈവശമുള്ള മുഴുവൻ ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരോട്ടമാണ് ഇനി അങ്ങോട്ട് നടക്കാനിരിക്കുന്നത്.